എടാ മോനെ എല്ലാ കൊല്ലവും നിങ്ങൾ വരുമ്പോ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ നടക്കാറുണ്ട്. അത് പറയല്ലേ, കഴിഞ്ഞ മത്സരത്തിൽ മൊത്തം മുംബൈക്കാർ ചോപ്പി കുളിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞ് നീയൊക്കെ ആഘോഷിക്കല്ലയോടാ മോനെ. ഓ പിന്നെ അതും പറഞ്ഞങ്ങ് ചെന്ന് കയറി കൊടുത്താൽ മതി. ആരില്ലെങ്കിലും മുംബൈ സിറ്റി FC ഒടുക്കത്തെ സ്ട്രോങ് ആണ്. ലൂണയ്ക്ക് പരിക്ക് പറ്റിയത് നമുക്ക് ഒടുക്കത്തെ തിരിച്ചടിയായി. പുള്ളി ഇല്ലാണ്ട് ഇവിടെ ഒരു മാജിക് നടക്കില്ല. എടാ ഇതിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തോറ്റാലും ജയിച്ചാലും ഈ മത്സരത്തിന് അതിൻ്റെതായ ആരവവും ആവേശവും ഒക്കെ ഉണ്ട്. പിന്നെ ലൂണ മാന്ത്രികം തന്നെയാണ്. പക്ഷേ ആ മായാജാലം ലൂണയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് കളിക്കുന്ന ആ 11 പേരിലുണ്ട്. എന്നാൽ ആ ആത്മവിശ്വാസം അവരിലേക്ക് എത്തിക്കേണ്ടുന്ന ചുമതല അത് നിങ്ങൾക്കാണുള്ളത്. അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ മഞ്ഞപ്രകാശമായി വിടരണം. പ്രതിസന്ധികളെ മറന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അവസാന നിമിഷം വരെയും ആർത്തു വിളിക്കണം. ഈ ആരാധക ലക്ഷങ്ങൾ കൂടെയുള്ളപ്പോൾ അവർക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാനാവും. ഒക്ടോബർ 8 നടന്ന മുംബൈ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ശേഷം, മുംബൈ ഫുട്ബോൾ അരീനയിൽ വെച്ച് നടന്ന കലാപത്തിന് ശേഷം, ഈ വർഷം കേരളക്കര കാണാൻ പോകുന്ന ഏറ്റവും വലിയ ആവേശകരമായ കണക്ക് തീർപ്പിന്റെ ദിവസം ഡിസംബർ 24 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം. നമസ്കാരം, എവർക്കും ഡോണിസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അഡ്രിയാൻ ലൂണ ഇല്ല എന്നൊരു പ്രശ്നം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹോം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്. മറുഭാഗത്തായിട്ട് ഈ മാസത്തിൽ തുടരെ മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞ മത്സരത്തിൽ 4 പ്രധാന താരങ്ങളെ നഷ്ടമാക്കിക്കൊണ്ട് പ്രതിസന്ധിയിൽ ഇറങ്ങുന്ന മുംബൈ സിറ്റി FC. കഴിഞ്ഞ മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരത്തിൽ അതിനാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 7 റെഡ് കാർഡ് കണ്ട മത്സരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മുംബൈ ഫുട്ബോൾ അരീന എന്ന സ്റ്റേഡിയത്തെ ഇതിനോടകം ഒരു യുദ്ധഭൂമിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുംബൈയുടെ പ്രധാന താരങ്ങളായിട്ടുള്ള ഗ്രെഗ് സ്റ്റുവർട്ട്, ആകാശ് മിശ്ര, രാഹുൽ ബേക്കെ, വിക്രം പ്രതാപ് സിംഗ് ഒന്നും ഇല്ലാതെയാണ് അവർ കൊച്ചിയിൽ ഇറങ്ങാൻ പോകുന്നത്. എന്ന് വെച്ച് മുംബൈ സിറ്റി FC ബലഹീനരാണ് എന്നല്ല. സ്റ്റിൽ ദേ ഹാവ് സ്റ്റാർസ് ലൈക്ക് പെരേര ഡയസ്, എൽ ഖയാത്തി, ബിപിൻ സിംഗ്, ചാങ്തെ ആൻഡ് മെനി മോർ. എന്നാൽ കൊച്ചിയിൽ ഈ സീസണിൽ ഇതുവരെ ഒരു റെക്കോർഡ് ഉണ്ട്. ഇവിടെ വന്ന എതിരാളികൾ ആരും ഇതുവരെ ജയിച്ചു പോയിട്ടില്ല. അതുപോലെ തന്നെ മുംബൈ സിറ്റി FCക്കും ഉണ്ട് ഒരു റെക്കോർഡ്. അവർ ഈ സീസണിൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് മത്സരഫലം സമനിലയെങ്കിൽ നമുക്കൊന്ന് ഉറപ്പിക്കാം, ആ രാത്രി ഏതെങ്കിലും ഒരു റെക്കോർഡിന് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവും. ഇനി മുംബൈ സിറ്റി FC വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ നടന്ന ചില സുപ്രധാന പോയിന്റുകൾ കൂടെ. മത്സരത്തിന്റെ 12ാം മിനിറ്റിൽ ആദ്യ റെഡ് കാർഡ് കിട്ടി ആകാശ് മിശ്ര പുറത്തേക്ക് പോയപ്പോൾ തന്നെ കോൺഫിഡൻസ് നഷ്ടമായ മുംബൈ സിറ്റി FCക്കെതിരെ മോഹൻ ബഗാൻ ആദ്യ ഗോൾ നേടി. എന്നാൽ എവിടെ വെച്ചോ നഷ്ടമായ ആ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്ത 10 പേരുള്ള മുംബൈ സിറ്റി FC സ്ക്വാഡ് വീണ്ടും ഒന്ന് ഓർഗനൈസ് ആയി ആദ്യ പകുതിക്ക് പിരിയും മുമ്പ് തന്നെ ഒരു ഗോൾ മടക്കിയടിച്ചു. ആ ഒരു പോയിന്റിൽ നിന്ന് ഒരുപാട് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതിനു ശേഷം അവസാന വിസിലടിക്കുമ്പോൾ 2-1 മുംബൈ സിറ്റി FC വിജയിച്ചു. അതായത് ആരൊക്കെ ഇല്ലെങ്കിലും മുംബൈ സിറ്റി FC എന്ന് പറയുന്ന ടീം വളരെ സ്ട്രോങ് ആണ്. ഇനി പഞ്ചാബുമായി വിജയിച്ച കോൺഫിഡൻസിൽ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പം സസ്പെൻഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഇവാൻ വുക്കോമനോവിച്ചിന്റെ മത്സരം കൂടിയാണ് ഇത്. ഉറപ്പായും ഈ മത്സരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയായിരിക്കും ടീം ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് തീർച്ചയായും ഈ ലൈനപ്പിൽ ചെറിയ അഴിച്ചുപണികൾ ആവശ്യമാണ്. അതിൽ പ്രധാനമായി ഡിഫൻസ് ലൈനിൽ ലെസ്കോ, മിലോസ്, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ് ആൻഡ് റൈറ്റ് ബാക്കിൽ പ്രബീർ ദാസ് ഇറങ്ങണം. അത് കഴിഞ്ഞ തവണ റൈറ്റ് ബാക്കിൽ പ്രീതം കോട്ടാൽ നിറമങ്ങി പോയതും മുംബൈ സിറ്റി FCക്കെതിരെ പ്രബീർ ദാസ് ഇറങ്ങേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ടും പുള്ളി തന്നെ ഇറങ്ങണം. മധ്യനിരയിൽ ഐമാൻ, അസർ, വിപിൻ ആൻഡ് അവർക്കൊപ്പം ആദ്യ ലെവലിൽ ഡൈസുക്കെ സക്കായും ഇറങ്ങണം. അങ്ങനെയെങ്കിൽ മുന്നേറ്റ നിരയിൽ പെപ്രയ്ക്ക് പകരം രാഹുൽ KP, ഇഷാൻ പണ്ഡിതോ, ദിമിത്രിയോസിന് കൂട്ടായി കളിക്കും. ഇങ്ങനൊരു ലൈനപ്പാണ് വരുന്നതെങ്കിൽ ഈ ഒരു മത്സരത്തെ നമുക്കൊരു വ്യത്യസ്തമായ സമീപനത്തോടെ കാണാം. ഇനി മത്സരഫലം എന്ത് തന്നെയാണെങ്കിലും ആ രാത്രി കൊച്ചി മഞ്ഞക്കടലാവുക തന്നെ ചെയ്യും. ആ സ്റ്റേഡിയത്തിൽ ആരാധകർ ആവേശത്തോടെ തടിച്ചുകൂടും.
മത്സരത്തിന്റെ അവസാന നിമിഷം വരെയും അവർ ആർത്തു വിളിക്കും. ആ മൈതാനത്തെ അവർ യുദ്ധക്കളമാക്കും, നരകമാക്കും. സോ വൺസ് അഗൈൻ മുംബൈ സിറ്റി FC, വെൽക്കം ടു കൊച്ചി.